ഈ തെരഞ്ഞെടുപ്പിൽ ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ വസന്ത് തെങ്ങുമള്ളി, യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പേരെടുത്ത് പറഞ്ഞ് എതിർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു തോന്നലുള്ളത് പോലെയാണ് നമുക്ക് തോന്നുക. ബാക്കി എല്ലാവരും മാധ്യമപ്രവർത്തകരടക്കം അദ്ദേഹത്തെ ഇന്ന് അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ആരങ്ങനെ പറഞ്ഞാലും ശരിയല്ല, ഇത്തരത്തിലുള്ള മത സൗഹാർദ്ദത്തിന് ഭംഗമുണ്ടാക്കുന്ന വാക്കുകൾ ആര് പറഞ്ഞാലും ശരി. ഇന്ന് ഷാഫി പറമ്പിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്, ആര് പറഞ്ഞാലും ശരിയല്ല. എന്തുകൊണ്ടാണ് ഈ ആര് പറഞ്ഞാലും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലൂടെ എല്ലാവരെയും ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ അബ്സോൾവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം അദ്ദേഹത്തിൻ്റെ തിരിച്ച് അദ്ദേഹത്തിന് തന്നെ ചാർത്തി കൊടുക്കുന്നതിന് എന്തിനാണ് മടിക്കുന്നത്? അദ്ദേഹമാണ് തെറ്റ് ചെയ്തത്, അദ്ദേഹത്തെയാണ് വിമർശിക്കേണ്ടത് എന്നൊരു തീരുമാനം രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറ്റവും അധികം ശക്തമായ രംഗത്തിറങ്ങേണ്ട സമയമല്ലേ ഇത്? ലീഗിന് ഈ പറയുന്ന പ്രശ്നമുണ്ട്, സാമുദായികമായ പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഏറ്റവും ശക്തമായ രംഗത്തിറങ്ങി വെള്ളാപ്പള്ളിയെ നേരിട്ട് എതിർക്കേണ്ട സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഈ മറച്ചു പിടിച്ചുള്ള സംസാരം? അത് അങ്ങയുടെ വിവക്ഷണം തെറ്റാണ്. കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കാത്ത വർഗീയത വെള്ളാപ്പള്ളി എന്ന് പറയുന്ന മൈക്രോഫോൺ ഉപയോഗിച്ച് പറയുകയാണ് എന്ന് വളരെ കൃത്യമായി ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ടി സിദ്ദിഖ് കോൺഗ്രസിന്റെ MLA ആണ്. അദ്ദേഹം വളരെ കൃത്യമായി SNDP എന്ന് പറയുന്ന ചന്ദന മരത്തെ വട്ടം ചുറ്റിയിരിക്കുന്ന വിഷപ്പാമ്പാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, MJ നേരത്തെ പറഞ്ഞത് ഏത് തരത്തിലുള്ള തീവ്രവാദമാണ് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത് എന്ന് അറിയില്ല എന്നാണ്. പക്ഷെ നോക്കൂ, ആ ചോദ്യങ്ങളുടെ ഒരു ക്രോണോളജി ഉണ്ട്. അതായത് ആദ്യം റഹീസ് റഷീദുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ എന്റെ ബോധ്യത്തിന്റെ പുറത്താണ് ഞാനത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നിങ്ങളടങ്ങുന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, സാർ താങ്കൾ ഉദ്ദേശിച്ച തീവ്രവാദം, ആ തീവ്രവാദം ഏത് തരത്തിലുള്ളതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ MJ പറഞ്ഞ അതേ മാനത്തിലുള്ള ചോദ്യം അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അയാൾ മുൻ MSF-കാരനാണെന്നും അയാൾ ഈരാറ്റുപേട്ടക്കാരനാണെന്നും കൃത്യമായി അടിവരയിടുന്നത്. അതായത് വെള്ളാപ്പള്ളി ഇന്നത്തെ പ്രസ് മീറ്റിൽ തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച തീവ്രവാദം അത് മതതീവ്രവാദമാണെന്നും അദ്ദേഹം കുത്താൻ ഉദ്ദേശിച്ച ചാപ്പ മതതീവ്രവാദത്തിൻ്റെതാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അയ്യോ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിച്ച തീവ്രവാദം മറ്റൊന്നാണ്, അത് മാർക്സിസ്റ്റ് ലൈനിലുള്ള തീവ്രവാദമാകാം, അല്ലെങ്കിൽ ഇടതുപക്ഷ സൈദ്ധാന്തിക തീവ്രവാദമാകാം, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ തീവ്രവാദത്തിന്റെ പരമോന്നതിയാവാം എന്ന കണക്കിലൊക്കെ ഒരു മാനം കൊടുത്ത് സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി CPM ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. രണ്ട്, CPM ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എതിരഭിപ്രായമുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ MJ ഇന്ന് ഞാൻ നോക്കുകയായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ പോലും വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ഒരു വേദികളിൽ പോലും എന്തുകൊണ്ടാണ് CPM ഔദ്യോഗിക പ്രതിനിധികളെ അയക്കാത്തത്? എന്തുകൊണ്ടാണത്? അങ്ങനെ ഔദ്യോഗിക പ്രതിനിധി വന്നാൽ പ്രമോദരാമൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ നാക്കിന്റെ തുമ്പിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഏതെങ്കിലും തരത്തിൽ മൈൽഡായി പോലും ഒരു ഉത്തരം പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ വേദനിപ്പിച്ചു കളഞ്ഞാലോ എന്ന ഭയം AKG സെന്ററിനെ ആവേശിച്ചിട്ടുണ്ട് എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. രണ്ട്, വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം എന്താണ്? അങ്ങ് തന്നെ ചോദിച്ചു. CPM സംരക്ഷണയുള്ള ഒരു സാമുദായിക നേതാവ്, അങ്ങനെയല്ല ഞാനതിനെ കാണുന്നത്. CPM സംരക്ഷണയുള്ള CPM തട്ടകം ഉപയോഗിക്കുന്ന CPM മൈക്രോഫോൺ ഉപയോഗിച്ച് അതിലൂടെ സംഘപരിവാർ രാഷ്ട്രീയം പറയുന്ന ആൾ, അങ്ങനെ വേണം കാണാൻ. അദ്ദേഹത്തെ സാമുദായിക രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സാമുദായിക നേതാവ് എന്നൊക്കെ കണ്ടുകൊണ്ട് SNDP-യെ താഴ്ത്തിക്കെട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല വ്യക്തിപരമായി. കാരണം അതൊരു ചന്ദനമരമാണ്. ആ ചന്ദനമരത്തെ ഒരു വിഷപ്പാമ്പ് ചുറ്റിയെങ്കിൽ പോലും. പക്ഷേ നോക്കൂ, CPM എന്ന് പറയുന്ന മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി വിളിച്ചു പറയുന്നത് മുഴുവൻ സംഘപരിവാർ രാഷ്ട്രീയമാണ്. സംഘപരിവാർ എന്താണോ പറയാൻ അറയ്ക്കുന്നത്, മടിച്ചു നിൽക്കുന്നത്, അത് കൂടുതൽ ലൗഡറായി, കൂടുതൽ ഓഡിയൻസിന്റെ അടുത്ത് കൂടുതൽ ജസ്റ്റിഫയബിൾ ആയിട്ട്, അതായത് കൂടുതൽ ആളുകൾക്ക് കുറെ കൂടി സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ജിഹ്വയായി മാറുകയാണ് വെള്ളാപ്പള്ളി എന്നാണ്.